ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരെക്കുറിച്ച് പറഞ്ഞു തന്ന വീഡിയോയുടെ 3-ാം ഭാഗമാണ്. ഇത് തുടർച്ചയാണ്. സഭകളെല്ലാം ഒന്നിച്ചു ചേരണം, ഏകപഠന സഭയിൽ വരണം, ഈശോയുടെ വരവിനായി നാം ഒരുങ്ങണം. അതുകൊണ്ടാണ് ഈശോ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ 3-ാം വീഡിയോയിൽ നാം ആദ്യമായി കാണുന്നത് ചുങ്കക്കാരനായ മത്തായിയെക്കുറിച്ചാണ്. മത്തായി സ്ലീഹയ്ക്ക് ലേവി എന്ന പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. മത്തായി സ്ലീഹയുടെ മാനസാന്തരം വളരെ ദീർഘിപ്പിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചുങ്കസ്ഥലത്തിരുന്ന് ഈശോയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. കബർനാമിലെ ചുങ്കസ്ഥലത്തിരുന്ന് ഈശോയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് പാപപരിഹാരമായി ഈശോയ്ക്ക് വലിയ തുകകൾ ഒരു ബാലൻ വഴി കൊടുത്തു വിടുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. അവസാനം ഈശോ ചുങ്കസ്ഥലത്ത് വെച്ച് വീണ്ടും മത്തായിയെ വിളിക്കുന്നു. ആ ചുങ്കസ്ഥലത്ത് നിന്ന് മത്തായിയെ വിളിക്കുന്ന ആ ഭാഗം മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ. ഈശോ ഈ മുഴുവൻ മാനസാന്തര കഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ശിഷ്യനായി കഴിഞ്ഞ ഏറ്റവും ഭയങ്കര വിനീത ഹൃദയമുള്ള ആളായിരുന്നു മത്തായി സ്ലീഹ. പിന്നെ ഹൽപ്പയുടെ പുത്രനായ യാക്കോബും യൂദാസ് തദേവൂസും. ഈ ഹൽപ്പയാണ് ഈശോയുടെ വളർത്തുപിതാവായ ജോസഫിൻ്റെ സഹോദരനാണ് ഈ ഹൽപ്പൈ. ഇദ്ദേഹത്തിന് ക്ലോഫാസ് എന്ന പേരുണ്ടായിരുന്നു, ഹൽപ്പ എന്ന പേരുണ്ടായിരുന്നു, യാക്കോബ് എന്ന പേരുണ്ടായിരുന്നു. നസ്രത്തിലെ അറിയപ്പെട്ടിരുന്ന ഒരു തച്ചനായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജനങ്ങൾ പല പേരുകൾ വിളിച്ചിരുന്നത്. അതാണ് ഈ 4 സുവിശേഷകർ അദ്ദേഹത്തിൻ്റെ പല പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ചെറിയ യാക്കോബും യൂദാസ് തദേവൂസും. ഇവർ വിവാഹിതരായിരുന്നില്ല. ഇവർ ആശാരിപ്പണി പഠിച്ചവരായിരുന്നു. ഇവരുടെ അമ്മയാണ് മറ്റേ മറിയം. മത്തായി 27:61 മറ്റേ മറിയം. ഇതെല്ലാം ഈശോ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാനാൻകാരനായ ശിമിയോൻ അടുത്തത്. അദ്ദേഹത്തെ കാനാൻകാരനായ ശിമിയോൻ എന്നും കുഷ്ഠരോഗിയായ ശിമിയോൻ എന്നും തീവ്രവാദിയായ ശിമിയോൻ എന്നും പറയുന്നുണ്ട്. ഇത് ഒരാൾ തന്നെയാണ്. ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദ്ദേഹം ദേവാലയത്തിൽ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് കുഷ്ഠം പിടിച്ചപ്പം അവർ അവിടുന്ന് ഓടിച്ചു വിടുന്നു. അങ്ങനെ ഗുഹകളിൽ പോയി താമസിക്കുന്നു. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയായ ശിമിയോൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈശോയുടെ അടുക്ക് വന്ന് ഈശോയുടെ ആദ്യത്തെ പ്രസംഗം കേട്ട് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പെസഹായ്ക്കുള്ള പ്രസംഗം കേട്ട് ഈശോ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രാത്രിയിൽ ഈശോയുടെ അടുക്ക് വന്ന് കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നു. അങ്ങനെ ശിഷ്യനായിത്തീരുന്നു. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയായ ശിമിയോൻ എന്ന് വിളിച്ചത്. പിന്നെ ഇദ്ദേഹം ഒരു ലെബനോൻകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കുലത്തിൻ്റെ പേരാണ് തീവ്രവാദി. അതുകൊണ്ടാണ് തീവ്രവാദിയായ ശിമിയോൻ എന്ന് വിളിച്ചത്. ഇതെല്ലാം ഈശോ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മർക്കോസ് 14:3 കുഷ്ഠരോഗിയായ ശിമിയോൻ എന്ന പേര് നമ്മൾ കാണുന്നു. ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ തുടർന്നുള്ള ഭാഗം ഞാൻ പറഞ്ഞു തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. താങ്ക് യു.